ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടി ഡി എസ് എന്താണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ടി ഡി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതുക എന്നുള്ളതാണ്. പിന്നെന്താണ് ഇൻകംസ് വിച്ച് ആർ അപ്ലിക്കബിൾ അണ്ടർ ടി ഡി എസ്. സാലറിക്ക് വരും, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ദെൻ വിന്നിങ് ഫ്രം ലോട്ടറീസ് ഓർ ക്രോസ് വേർഡ് പസിൽ. അപ്പോൾ ഇതിൽ നാളെ പഠിച്ചു നോക്കാൻ പറഞ്ഞു. ബാക്കിയുള്ള ഓരോ ഐറ്റംസ് ഞാൻ വായിച്ചതാണ്. അപ്പോൾ എന്താണ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഇൻകംസ് വിച്ച് ഇസ് അപ്ലിക്കബിൾ അണ്ടർ ടി ഡി എസ്. ടി ഡി എസ് പിടിക്കാൻ സാധ്യതയുള്ള ഇൻകംസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറി. അപ്പോൾ സാലറിയിൽ നിന്ന് എന്താണ് ടി ഡി എസ് പിടിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഒന്ന്, പേഴ്സൺ ലയബിൾ ഫോർ ടി ഡി എസ്. ആരെ കയ്യിൽ നിന്നാണ് ടി ഡി എസ് പിടിക്കുക? ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് സാലറി ടു ഹിസ് എംപ്ലോയി ഡിഡക്റ്റ് ഇൻകം ടാക്സ് ദർ ഫ്രം അറ്റ് ദ റേറ്റ് ഇൻ ഫോഴ്സ്. അതായത് അപ്പോൾ സാലറി കൊടുക്കുന്ന ആൾ എംപ്ലോയറാണ് ടി ഡി എസ് അടയ്ക്കേണ്ടത്. പിന്നെ കണ്ടീഷൻ എന്താ വരുന്നത്? ടാക്സ് ക്യാൻ ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺലി വെൻ എംപ്ലോയീസ് ആൻറ്റിസിപ്പേറ്റഡ് സാലറി എക്സീഡ് ദ മിനിമം ടാക്സബിൾ ലിമിറ്റ്. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഒരാൾക്ക് ഇപ്പോൾ ഒരു 50,000 വെച്ചിട്ട് അല്ലെങ്കിൽ 1,00,000 വെച്ചിട്ട് സാലറി കിട്ടുകയാണെങ്കിൽ 10 ലക്ഷം ആവുമല്ലോ. അപ്പോൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം അയാൾ ആ വർഷം 12 ലക്ഷം കിട്ടും സാലറി. അപ്പോൾ എന്താണ് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ള ആളാണ്. അപ്പോൾ അയാളെ കയ്യിൽ നിന്ന് എന്ത് പിടിക്കും? ടി ഡി എസ് പിടിക്കും എന്നുള്ളതാണ്. ടൈം ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ് ആണ്. എപ്പോഴാണ് പിടിക്കുക? ടാക്സ് ടു ബി ഡിഡക്റ്റഡ് ഐദർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് ഓൺ ടു ദ അക്കൗണ്ട് ഓഫ് പേ. അതായത് എപ്പോഴാണ് ടാക്സ് പിടിക്കുക എന്ന് വെച്ചാൽ പൈസ അടയ്ക്കുന്ന നേരത്തോ അല്ലെങ്കിൽ അത് ക്രെഡിറ്റ് ആവുന്ന നേരത്തോ ആണ് ടാക്സ് പിടിക്കുക എന്നുള്ളതാണ്. ഇനി റെമിറ്റൻസ് ഓഫ് ടി ഡി എസ് ആണ്. ടി ഡി എസ് എപ്പോഴാണ് റെമിറ്റ് ചെയ്യുക? വെൻ ദ ഡിഡക്ഷൻ ഇസ് മെയ്ഡ് എമൗണ്ട് ഷാൽ ബി പെയ്ഡ് ടു ദ ട്രഷറി. അപ്പോൾ ഈ ടി ഡി എസ് പിടിച്ചുകൊണ്ടേ തന്നെ ട്രഷറിയിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിലേക്ക് അത് അടയ്ക്കുക ചെയ്യാം. ഫയലിംഗ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 3 മാസം കൂടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറിയിൽ പറയാനായിട്ടുള്ളത്. അടുത്തത് ടി ഡി എസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ടാക്സ് കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടതാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി എന്ത് വരുന്നുണ്ട്? ടി ഡി എസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ആരാണ് അടയ്ക്കാനുള്ളത്? ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ഡിബെഞ്ചർ വാങ്ങിയിട്ടോ ബോണ്ട് വാങ്ങിയിട്ടോ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ബോണ്ട് ഇഷ്യൂ ചെയ്ത അതോറിറ്റി, ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരായിരിക്കുമല്ലോ ഒരു ബോണ്ടോ നമുക്ക് ഈ പറഞ്ഞ ഡിബെഞ്ചറൊക്കെ തരിക. ആ ഡിബെഞ്ചറിനും ബോണ്ടിനൊക്കെ എന്തുണ്ടാവും? ഒരു ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക്. ആ ഇൻട്രസ്റ്റ് ഈ പറയുന്ന ടാക്സബിൾ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പിടിക്കും? ടി ഡി എസ് പിടിക്കും. അത് ഈ ഇൻട്രസ്റ്റ് നമുക്ക് തരുന്ന വ്യക്തി പിടിച്ചിട്ടാണ് തരിക. ഇനി ടൈം എന്താ വരിക? ടൈം ഓഫ് ഡിഡക്റ്റിംഗ് ടാക്സ് എന്നാണ്. ടാക്സ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് ഐദർ അറ്റ് ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ്. അതായത് നമ്മളിവിടെ അതായത് സെയിം ആയിട്ടുള്ള സാലറിയുടെ അതേ കണ്ടീഷനാണ്. അത് ഒന്നുകിൽ നമുക്ക് പൈസ തരുന്ന നേരത്ത് അത് പിടിക്കും, അല്ലെങ്കിൽ അത് ക്രെഡിറ്റ് ആവുന്ന നേരത്ത് പിടിക്കുന്നതാണ്. റേറ്റ് ഓഫ് ടി ഡി എസ് എത്രയാണ്? 10%. സാലറീൻ്റെ കേസ് അതിന് സ്ലാബാണ് നമുക്കറിയാം. അത് 10% റേറ്റ് വരിക. പിന്നെ എക്സംഷൻ ഫ്രം ടി ഡി എസ് വരുന്നത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനൊന്നും ടി ഡി എസ് പിടിക്കില്ല. നാഷണൽ ഡെവലപ്മെൻറ്റ് ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണെങ്കിലും പിടിക്കില്ല. ഡിബെഞ്ചർ ഇഷ്യൂഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷനെ ടി ഡി എസ് പിടിക്കില്ല. എനി സെക്യൂരിറ്റി ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പിടിക്കില്ല. ഇനി ടി ഡി എസ് ഓൺ ഡിവിഡൻഡ് ഇൻകം. നമുക്ക് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ ടി ഡി എസ് പിടിക്കുന്നുള്ളതാണ്. അതിൻ്റെ പ്രിൻസിപ്പൽ ഓഫീസർ ഓഫ് ദ കമ്പനിയാണ് ഇതിന് ലയബിളായ വ്യക്തി ടി ഡി എസ് പിടിക്കാനും. കണ്ടീഷൻ ഫോർ ടി ഡി എസ് ടാക്സ് ഷാൽ ബി ഡിഡക്റ്റഡ് ഇഫ് ദ ഇൻകം എക്സീഡ് 5,000. 5,000-ലധികം ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ എന്ത് പിടിക്കും? ടി ഡി എസ് പിടിക്കും. റേറ്റ് ഓഫ് ടി ഡി എസ് എത്രയാണ്? 10%. എക്സംഷൻ ഫ്രം ടി ഡി എസ് ടി ഡി എസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ വെൻ ഡിവിഡൻഡ് ഇസ് പെയ്ഡ് ടു ബിസിനസ് ട്രസ്റ്റ്. ബിസിനസ് ട്രസ്റ്റുകൾക്ക് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ടി ഡി എസ് പിടിക്കില്ല. ഇനി ടി ഡി എസ് ഓൺ ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി. ഇൻട്രസ്റ്റ് അല്ലാതെ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആരാണ് ലയബിൾ ഫോർ ടി ഡി എസ്? ആരാണ് ആ ടി ഡി എസ് പിടിക്കേണ്ടത്? ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ദ ഇൻട്രസ്റ്റ് ആണ്. കണ്ടീഷൻ ഫോർ ഡിഡക്റ്റിംഗ് ടാക്സ് ദർ ആർ 2 കണ്ടീഷൻസ്. ദ പേയി ഷുഡ് ബി ദ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അടയ്ക്കുന്ന ആൾ എന്തായിരിക്കണം? അടയ്ക്കുന്ന ആളല്ല, ഈ പറയുന്ന ഇൻട്രസ്റ്റ് വാങ്ങുന്ന ആൾ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അഗ്രഗേറ്റ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ് 40,000. ഇതിൻ്റെ അഗ്രഗേറ്റ് എമൗണ്ട് 40,000-ൽ ചോടെയായിരിക്കണം എന്നുള്ളതാണ്. വേർ ദ പെയർ ഇസ് എ ബാങ്കിങ് കമ്പനി ഓർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. പെയർ ഒരു ബാങ്കിങ് കമ്പനിയോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ ആയിരിക്കണം എന്നുള്ളതാണ്. ടൈം ടു ഡിഡക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ഏത് സമയത്താണ് ടി ഡി എസ് പിടിക്കുക? ഒന്നുകിൽ പേയ്മെൻറ്റ് സമയത്തോ അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ സമയത്തോ. പിന്നെ എക്സംഷൻ ഓഫ് ടി ഡി എസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ എ ഫേം ടു ഇസ് പാർട്ട്നേഴ്സിൻ്റെ ടി ഡി എസ് പിടിക്കില്ല.
നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ട്, അത് നമുക്ക് എന്താണ് അവിടുന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതിന് TDS വരില്ല. ഇൻട്രസ്റ്റ് ഇസ് ഹോളി എക്സംപ്റ്റ്, ഫുള്ളായിട്ട് എക്സംപ്റ്റ് ആയ ഇൻട്രസ്റ്റ് എന്താണ്, അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ട്. മൊത്തത്തിൽ എക്സംപ്റ്റഡ് ആയ ചില ഇൻട്രസ്റ്റുകൾ പറയുന്നുണ്ട് ഇതിൽ, അപ്പോൾ അതൊന്നും പിടിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, എനി സെക്യൂരിറ്റി ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെക്യൂരിറ്റിക്ക് ഒന്നും TDS പിടിക്കില്ല. റേറ്റ് എത്രയാണ് വരുന്നത്, 10% വരുന്നത്. ഇനി TDS ഓൺ പേയ്മെൻറ്റ് ഓഫ് വിന്നിങ് ഫ്രം ലോട്ടറി അടയ്ക്കുന്ന നേരത്ത് നമുക്കറിയാം 30% നിരക്ക് കേട്ടോ. അതിൽ ആരാണ് TDS ലയബിലിറ്റി, അതായത് അടയ്ക്കാൻ ലയബിലിറ്റി ആർക്കുള്ളത്, ദ പേഴ്സൺ ഫോർ പേയിങ് ഇൻകം. അതായത് ഇപ്പോൾ ഈ ലോട്ടറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ലോട്ടറി ഏജൻസിയാണ് TDS അടയ്ക്കേണ്ടത്. അത് അടച്ചതിന് ശേഷം മാത്രമേ ഇത് ലോട്ടറി കിട്ടിയാൾക്ക് ആ ഒരു സമ്മാന തുക കൊടുക്കാൻ പാടുള്ളൂ. കണ്ടീഷൻ എന്താണ്, നോ ടാക്സ് ടു ബി ഡിഡക്റ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് വിന്നിങ് ലോട്ടറി ക്രോസ് വേർഡ് പസിൽ വേർ ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം സച്ച് വിന്നിങ് ഡസ് നോട്ട് എക്സീഡ് ₹10,000 ഇൻ എ ഇയർ. ഒരു വർഷം 10,000 കിട്ടുകയാണെങ്കിൽ എന്ത് അടയ്ക്കേണ്ട, TDS അടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അതിന് മുകളിൽ കിട്ടുന്നതൊക്കെ എന്താണ്, ടാക്സ് നമ്മൾ അടയ്ക്കണം എന്നുള്ളതാണ്. അടുത്തത് TDS ഓൺ പേയ്മെൻറ്റ് ഓഫ് വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് ആണ്. കുതിരപ്പന്തയത്തിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന വിന്നിങ് ഫ്രം ലോട്ടറിൻ്റെ അതേ കണ്ടീഷനാണ്. ആരാണോ ഈ റേസ് ക്ലബ്ബ് നടത്തുന്നത് അയാളാണ് TDS പിടിക്കേണ്ടത്. ദ പേഴ്സൺ ലയബിൾ ഫോർ TDS, ദ പേഴ്സൺ ഹു ഈസ് ഓണിങ് റണ്ണിങ് ദ റേസ് ക്ലബ്ബാണ്. പിന്നെ കണ്ടീഷൻ എന്താണ്, 10,000 കണ്ടീഷൻ തന്നെയാണ്. ഒരു വർഷം നമുക്ക് 10,000-ലധികം ഹോഴ്സ് റേസിന് കിട്ടുകയാണെങ്കിൽ TDS പിടിക്കും. 10,000 താഴെയാണെങ്കിൽ എന്താണ്, TDS പിടിക്കില്ല. റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ്, 30% എന്നുള്ളതാണ്. ഇനി ഇൻഷുറൻസ് കമ്മീഷന് അത് 10%. മറ്റ് ചില കേസുകൾ, കമ്പനിയുടെ കേസാണെങ്കിൽ 10%, മറ്റ് കേസുകളാണെങ്കിൽ 5%. TDSന് നിരക്ക് വരുന്നത്. TDS എന്ന് വെച്ചാൽ 15,000 താഴെ ആണെങ്കിൽ TDS വരില്ല, അതിന് മുകളിലാണെങ്കിൽ മാത്രമേ TDS വരുള്ളൂ. ഇൻഷുറൻസ് കമ്മീഷൻ 15,000 മുകളിലാണെങ്കിൽ മാത്രമേ TDS വരുള്ളൂ, അതിന് താഴെയാണെങ്കിൽ TDS വരില്ല. എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ഇൻകം ആണ്. അതായത് ആരാണോ അടയ്ക്കുന്ന പൈസ, അതായത് ആരാണോ കമ്മീഷൻ കൊടുക്കുന്നത്, ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും, അവരാണ് TDS പിടിച്ചിട്ട് മറ്റേ ആൾക്ക് എന്താണ്, ആ കൊടുക്കുന്ന ആൾക്ക് ആ കുറഞ്ഞ പൈസ കൊടുക്കുക, എന്നിട്ട് TDS പിടിച്ച ടാക്സ് എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മുടെ ഗവൺമെൻറ് ട്രഷറിയിൽ പോയി അടയ്ക്കാൻ വേണം. ഇനി TDS ഓൺ പേയ്മെൻറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലെ TDSനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പേഴ്സൺ ലയബിൾ ഫോർ TDS ആരാണ്, ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ദ സമ്മാണ്. ലൈഫ് ഇൻഷുറൻസ് പോളിസി നമ്മൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി, ഇപ്പോൾ പോളിസി കമ്പനി, ഇപ്പോൾ LIC ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി. കണ്ടീഷൻ എന്താ പറഞ്ഞത്, ടാക്സ് ഷാൽ ബി ഡിഡക്റ്റഡ് ഇഫ് എന്താണ്, ഇൻകം എക്സീഡ് ₹1 lakh, 1 ലക്ഷത്തിന് മുകളിൽ ഇൻകം വരികയാണെങ്കിലാണ് ടാക്സ് വരിക. പിന്നെ സച്ച് ഇൻകം ഇസ് നോട്ട് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D. സെക്ഷൻ 10 സബ്സെക്ഷൻ 10Dയിൽ വരുന്ന ഇൻകം ആവാനും പാടില്ല. റേറ്റ് ഓഫ് ടാക്സ് 5%. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ഉള്ളതൊക്കെയാണ് കേട്ടോ, ഈ ടിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. മറ്റേതൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. പിന്നെ എന്താണ്, ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഓൺ പേയ്മെൻറ്റ് ഓഫ് റെസ്പെക്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് അണ്ടർ നാഷണൽ സേവിങ് സ്കീമാണ്. ഇപ്പോൾ നാഷണൽ സേവിങ് സ്കീമിൽ പറയുകയാണെങ്കിൽ എന്താണ്, ടാക്സ് 10% വരിക. നോ സച്ച് ഡിഡക്ഷൻ ഷാൽ ബി മെയ്ഡ് വെൻ ദ എമൗണ്ട് പേയ്മെൻറ്റ് ഈസ് ലെസ് ദാൻ. 2,500 താഴെ നമുക്ക് എന്താണ് ഈ പറയുന്ന പേയ്മെൻറ്റ് ഡെപ്പോസിറ്റിൽ നിന്ന് നമ്മൾ എന്താണ് 2,500 കിട്ടുകയാണെങ്കിൽ മാത്രമേ, അതിന് മുകളിൽ കിട്ടുകയാണെങ്കിൽ TDS പിടിക്കുക, അല്ലെങ്കിൽ പിടിക്കില്ല. TDS ഓൺ പേയ്മെൻറ്റ് ഓഫ് റെൻ്റ് ആണ്. അത് പറയുകയാണെങ്കിൽ എ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി റെൻറ്റ് ഷാൽ ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് അറ്റ് ദ റേറ്റ് ഇൻ ഫോഴ്സ്. അതായത് മെഷീനറി യൂസ് ചെയ്യുകയാണെങ്കിൽ 2%, അതർ അസറ്റ് ആണെങ്കിൽ 10%. TDS ആപ്ലിക്കബിൾ ഫോർ സച്ച് പേയ്മെൻറ്റ് എക്സീഡ് 2,40,000. 2,40,000 വരെയുള്ള എമൗണ്ടിനെ TDS അടയ്ക്കേണ്ട കാര്യമുള്ളൂ. അത് 2%, 10%. പിന്നെ TDS ഓൺ പേയ്മെൻറ്റ് ഓഫ് അതർ അണ്ടർ സ്പെസിഫൈഡ് എഗ്രിമെൻ്റ് ആണ്. ജസ്റ്റ് നോക്കി വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, വെറുതെ വായിച്ച സമയങ്ങളുടെ റെൻറ്റ് വരെ ജസ്റ്റ് വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയത് ടിക്കറ്റ് വരെ നോക്കി വെക്കുക എന്നുള്ളതാണ്. മാർക്ക് ചെയ്ത് വെക്കുക, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് കരുതുന്നു. ഇനി റിക്കവറി ഓഫ് ടാക്സ് ആണ്. The recovery of tax refers to the process by which tax authority collect tax that are previously unpaid by an assessee. അതായത് ഒരു assessee ഇതുവരെ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ അയാളെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചെടുക്കുന്നതിൻ്റെ പ്രക്രിയേൻ്റെ പേരാണെന്ത്, റിക്കവറി ഓഫ് ടാക്സ്. അത് നോക്കി വെക്കുക. അതെന്താണ്, ഏതൊക്കെ രീതിയിലാണ് റിക്കവറി ചെയ്യാമെന്ന് വെച്ചാൽ എന്താണ്, സർട്ടിഫിക്കറ്റ് ടു ടാക്സ് റിക്കവറി ഓഫീസറാണ്. വെൻ എ assessee is in default in making payment of tax, the tax recovery officer will draw up a certificate specifying the amount of arrears due to from the assessee and shall proceed to recover the specified amount by adopting the following modes. അതായത് ഒരു ടാക്സ് റിക്കവറി സർട്ടിഫിക്കറ്റ് ആരുണ്ടാക്കും, ഈ റിക്കവറി ഓഫീസർ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഇയാളുടെ മൂവബിൾ പ്രോപ്പർട്ടീസ്, ഇയാളുടെ പേരിലുള്ള വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാവുമല്ലോ, അത് അറ്റാച്ച് ചെയ്യാനും സെയിൽ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, വീട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടാക്കും. അറസ്റ്റ് ഓഫ് അസസീനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജയിലിൽ വെക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കും. അപ്പോയിൻറ്റിങ് എ റിസീവർ വെച്ചിരുന്നാണ് SACയുടെ മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനുള്ള പണികൾ നോക്കുന്നുള്ളതാണ്.
ഇനി ഇതാണ് ടാക്സ് റിക്കവറി ഓഫീസർ വെച്ച് ചെയ്യുക. ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക ചെയ്യുക, മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, പിന്നെ എന്താണ് ഡിറ്റൻഷൻ ഇൻ പ്രിസൺ, അതായത് ജയിലിൽ പിടിച്ചിടുക, അല്ലെങ്കിൽ ഒരു റിസീവറെ വെക്കുക. പിന്നെ എന്താണ് അതർ മോഡ്സ് ഓഫ് റിക്കവറിയാണ്. ഇനി നമുക്ക് അതർ റിക്കവറി മോഡ്സ് ആണ്. അസസിങ് ഓഫീസർ മേ റിക്കവർ ദ ടാക്സ് ബൈ എനി വൺ ഓഫ് ദ ഫോളോയിങ് മോഡ്. ഒന്ന് അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി പിടിച്ചെടുക്കുക. റിക്കവറി ഓഫീസർ മേ റിക്വയർ ദ എംപ്ലോയർ ടു ഡിഡക്റ്റ് ടാക്സ് എനി ഏരിയർ ഓഫ് ടാക്സ് ഫ്രം ദ സാലറി ഇൻകം ഓഫ് ദ SSC ആൻഡ് പേ ഇറ്റ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ സാലറി പിടിച്ചെടുത്തിട്ട് ടാക്സ് അടപ്പിക്കുക. പിന്നെ എന്താണ് ഗാർണിഷി ഓർഡർ. ദ ടാക്സ് റിക്കവറി ഓഫീസർ മേ ബൈ നോട്ടീസ് റിക്വയർ എനി പേഴ്സൺ ഫ്രം ഹൂം മണി ഈസ് ഡ്യൂ ടു ദ SSC ടു പേ ദ അസസിങ് ഓഫീസർ. അയാൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് എന്താണ് എനി പേഴ്സൺ അയാളുടെ കയ്യിൽ നിന്നാണ് അത് വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ കോടതി മുഖാന്തരം പോവുക, ഫ്രം എ കോർട്ട്. പിന്നെ ഇയാളുടെ മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കുക. അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ത്രൂ എന്ത് ചെയ്യുക, പോലീസിനെ യൂസ് ചെയ്തിരുന്നാണ് പൈസ പിടിച്ചെടുക്കുക. പിന്നെ റിക്കവറി ത്രൂ ഫോറിൻ ഗവൺമെൻറ്. വിദേശ രാജ്യത്തേക്ക് കടന്നു കളഞ്ഞ ആളാണെങ്കിൽ ആ വിദേശ രാജ്യമായിട്ട് നമുക്കൊരു ഉടമ്പടി ഉണ്ടെങ്കിൽ എന്താണ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ റോയൽറ്റികളും റിക്കവറി ഓഫ് പെനാൽറ്റി, ഫൈൻ, ഇൻട്രസ്റ്റ് ആൻഡ് അതർ സം ആണ്. പിന്നെ റിക്കവറി ബൈ സൂട്ട് അണ്ടർ ദ ലോ ആണ്. ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ എക്സാമിന് പഠിക്കുമ്പോൾ റിക്കവറി ഓഫ് ടാക്സ് എന്താണെന്നുള്ളത് ഇതുവരെ പഠിച്ചു വെക്കുക, ഇതുവരെ മാർക്ക് ചെയ്ത് പഠിച്ചു വെക്കുക. ബാക്കി എന്താ വെച്ചാൽ ഈ 2 മെത്തേഡിൽ ഇതിൽ 4 പഠിച്ചു വെക്കുക, ഇതിലൊരു 3 പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അതർ റിക്കവറി മോഡിൽ. പിന്നെ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതും എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ടാക്സ് അതോറിറ്റീസ് ദാറ്റ് എ ടാക്സ് പെയർ ഹാസ് പെയ്ഡ് ഓൾ ഹിസ് ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ് ഡെപ്റ്റ് ആൻഡ് ഇസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി ടാക്സ്. നമ്മളൊരു ടാക്സ് ഇനി അടയ്ക്കാൻ ബാക്കിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ടാക്സ് സംബന്ധമായിട്ട് കേസുകൾ വരികയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് അവസാനം കിട്ടിയാലേ നമുക്ക് ആ കേസുകൾ മോചനം കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ ടാക്സും അടച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ക്ലിയർ ആക്കി തരുന്ന സർട്ടിഫിക്കറ്റാണ് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇഫ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ കംസ് ടു ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്, പ്രൊഫഷൻ ഓർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹു ഡിറൈവ്സ് എനി ഇൻകം ഇൻ ഇന്ത്യ ഈസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ബിഫോർ ലീവിംഗ് ദ കൺട്രി. ഇന്ത്യയിൽ ബിസിനസ്സിനായിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷനായിട്ടോ ഒരു ജോലിക്കായിട്ടോ ഒരാൾ വരികയാണെങ്കിൽ അയാൾ ഈ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് പോകാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. ജസ്റ്റൊക്കെ പിന്നെ ബാക്കിയൊക്കെ നോക്കി വെക്കുക. ഈ 2 കാര്യങ്ങൾ, അതായത് ഈ ഫസ്റ്റ് സെൻറ്റൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത്. പിന്നെയാണ് റീഫണ്ട് ഓഫ് ടാക്സ്. ഇൻകം ടാക്സ് റീഫണ്ട് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടേൺസ് എനി എക്സസ് ടാക്സ് പെയ്ഡ് ബൈ ദ ടാക്സ് പെയർ ഡ്യൂറിങ് ദ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. അതായത് നമ്മൾ അധികം ടാക്സ്, റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയും. അധികമായി ടാക്സ് അടച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മിസ്കാൽക്കുലേഷൻ പ്രകാരമോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ മിസ്കാൽക്കുലേഷൻ പ്രകാരമോ നമ്മളെ കൊണ്ട് ടാക്സ് അടപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ആ പൈസ റീഫണ്ട് കിട്ടുന്നതാണ്. അത് സെക്ഷൻ 237 പറയുന്നത്. അപ്പോൾ ഇതിന് ക്ലെയിം കിട്ടാവുന്നതാണ് എക്സസ് TDS പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് എന്താണ് എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് പ്രകാരം. പിന്നെ എന്താണ് റിലീഫ് ഓഫ് 2 ടാക്സ് വരികയാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനീൻ്റെ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടാവും, ഡിവിഡൻറ്റിന് ടാക്സ് അടച്ചിട്ടുണ്ടാകും, കമ്പനി എന്താണ് ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ടാക്സേഷൻ വരികയാണെങ്കിൽ എന്താണ് 2 പ്രാവശ്യം ടാക്സ് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് റീഫണ്ട് കിട്ടും. ഓക്കെ, ഇനിയാണ് ദ പേഴ്സൺ ഹു എൻടൈറ്റിൽ ടു ക്ലെയിം ദ റീഫണ്ട് ആണ്. ഓർഡിനറിലി റീഫണ്ട് ഇസ് ടു ബി ക്ലെയിംഡ് ബൈ വൺ ഹു ഹാസ് മെയ്ഡ് ദ എക്സസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ടാക്സ് അധികമായി അടച്ച ആളാണ് ഇത് റീഫണ്ടിന് ക്ലെയിം കൊടുക്കേണ്ടത്. where the income of one person is included in the total income of any other person, the latter shall entitled to refund. അതായത് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ട്, ഭർത്താവും എൻ്റെ ശമ്പളത്തിലേക്ക് ഭാര്യേൻ്റെ ശമ്പളം ആഡ് ചെയ്ത് ടാക്സ് കൊടുക്കേണ്ടി വന്നാൽ എന്താണ് ആ ഭാര്യേൻ്റെ ശമ്പളം ആഡ് ചെയ്യുമ്പോൾ കുറച്ചധികം ടാക്സ് വന്നിട്ടുണ്ടാവുമല്ലോ ശതമാന കണക്കിൽ, അത് എന്താണ് റീഫണ്ട് കിട്ടാനുള്ള അധികാരം ആ ഭർത്താവിനുണ്ട് എന്നുള്ളതാണ്. വേർ ഡ്യൂ ടു ഡെത്ത് ഇൻകപ്പാസിറ്റി എ പേഴ്സൺ അണേബിൾ ടു ക്ലെയിം എനി റീഫണ്ട്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് വിൽ ബി എൻടൈറ്റിൽഡ്. മരണകാരണം കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒരാൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് മക്കൾക്കോ അല്ലെങ്കിൽ വൈഫിനോ ഹസ്ബൻഡിനോ ഒക്കെ എന്താണ് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് നോക്കി വെക്കുക. ഇതിൻ്റെ പ്രൊസീജിയറൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. പിന്നെ ഇഷ്യൂ ഓഫ് റീഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് ഒന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഏകദേശം എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ ഇതുവരെ ഒന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ.